അപ്പൊ തുടങ്ങാം. ഏകദേശം 10-34 വർഷം UDFന്റെ പ്രതിനിധീകരിച്ച ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിനകത്ത് 9 വർഷം കൊണ്ട് 291,75,00,000 രൂപ 291,75,00,000 രൂപക്ക് ഈ മണ്ഡലത്തിനകത്ത് റോഡുകൾ നിർമ്മിച്ചിട്ടുണ്ട്. സംശയമൊന്നുമില്ലല്ലേ? വഴിക്കടവിലെ ഉൾപ്രദേശങ്ങളിൽ കടത്തു തോണിയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നിലമ്പൂർ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ടൗണിലേക്ക് യാത്ര ചെയ്തിരുന്ന ഈ മണ്ഡലത്തിലെ ആളുകൾക്ക് വേണ്ടി 82,30,00,000 രൂപ ചെലവിൽ 9 പാലങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് വിപ്ലവകരമായ മുന്നേറ്റം നടത്തിക്കൊണ്ടാണ് ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് ഈ 9 വർഷക്കാലയളവിൽ പോയത്. നിങ്ങൾക്കിപ്പം കുറച്ച് വിടല് കൂടിയണല്ലേ? ഇടതുപക്ഷം കേരളം ഭരിക്കുന്ന സമയത്ത് ഏകദേശം 1,830 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിനകത്ത് നടത്തിയിട്ടുണ്ട്. വിട്ടിത്തരം പറയാതിരിക്കാ. മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിദ്യയാണേ. നിലമ്പൂരിൽ ഒന്നും നടത്താൻ അൻവർ അനുവദിച്ചില്ല എന്ന് ഇവരുടെ മുൻ ജില്ലാ സെക്രട്ടറി മോഹൻദാസ് ആണ് പറഞ്ഞത്. ഞങ്ങളാരും പറഞ്ഞിട്ടില്ല, UDF ആരും പറഞ്ഞിട്ടില്ല. ഒരു ബൈപ്പാസേ എമ്പുരാന്റെ മേലെ 1000 കോടി രൂപ കയറിക്കളിപ്പോ എങ്ങനെ ഫണ്ട് പാസ്സാക്കി 1000 കോടിന്റെ മേലെ കയറിക്കളിപ്പോ നിലമ്പൂർ ബൈപ്പാസ്. അതൊക്കെ അടക്കട്ടെ, ആ ബൈപ്പാസ് കടക്കട്ടെ, ഈ റോഡ് നന്നാക്കി തരുമോ? എന്തെങ്കിലും പറ്റുണ്ടോ? ഞങ്ങളെ ഊരിയാണ് പോണത് നടന്നു കണ്ട്. വൈക്കട മുതൽ മഞ്ചേരി 40 കിലോമീറ്റർ. എന്താ ഞങ്ങളെന്താ അധകൃതരാണോ? ഞങ്ങൾക്ക് റോഡൊന്നും വേണ്ടേ? അത് നന്നാക്കി എന്തെങ്കിലും പറ്റി നടക്കാൻ പറ്റുമോ? അത് പറയാം, അതിന് മറുപടി കറക്റ്റ് കിട്ടണം. പടച്ചവനെ തീവണ്ടിക്കാണല്ലോ തല വെച്ചത്. ഏതെങ്കിലും 1-2 റോഡുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിനകത്ത് ഭരണം നടത്തിക്കൊണ്ടിരുന്ന ഒരു ഗവൺമെന്റിനെ ഇകഴ്ത്തി കാട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രമമല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്? 1-2 റോഡ് എന്ന് പറഞ്ഞ് ഈ റോഡിന്റെ കാര്യം നിസ്സാരവൽക്കരിക്കുന്നത് നിങ്ങളുടെ പരാജയത്തിനാണ്. ഇവരോട് 2 വർത്തമാനം പറഞ്ഞിട്ടേ ഞാൻ വരുന്നുള്ളൂ. ഇത് മാത്രമല്ല, ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടി ഈ ജനങ്ങൾ ഞങ്ങളുടെ കൂടെ നിലമ്പൂരിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്ന കോളേജ് ഇപ്പോഴും അതിനൊരു സ്ഥലമോ കെട്ടിടമോ ഉണ്ടാക്കാൻ ഈ 9 കൊല്ലമായിട്ട് ഗവൺമെന്റിന് കഴിഞ്ഞ കാലത്ത് ഉണ്ടായ പ്രളയം 18 അവരെ ഈ നിമിഷം വരെ പിന്നെ അവർക്ക് പുനരധിവസിപ്പിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല. എന്ത് വികസനമാണ് ഈ അടിസ്ഥാന വർഗത്തോട്, പ്രത്യേകിച്ചും ഈ കുടിയേറ്റ മേഖലയിലെ അടിസ്ഥാന വർഗത്തോട് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾ പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കൊണ്ടുവന്നതാണ്. ഇന്ന് വാടക കെട്ടിടത്തിലാണെങ്കിലും സ്വന്തമായി ആ കോളേജ് പ്രവർത്തിക്കുന്നുണ്ട്. തീർച്ചയായും അതിന്റെ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങളുമായി ഇതിന് മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞു 34 വർഷക്കാലം ഇവിടുത്തെ വികസനത്തിന്റെ മുരടിപ്പിനെ പറ്റിയാണ് പറഞ്ഞത്. ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ കാണുന്ന വികസനം മുഴുവനായിട്ടും തന്നെ പറയാം ആര്യാടൻ മുഹമ്മദ് എന്ന വ്യക്തിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കൊണ്ടുവന്നാണ്. അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത്. അങ്ങനെയാണ് ഓരോ വികസനത്തിന്റെ ഒരു നാളികളും TK ഹംസ കൊണ്ടുവന്ന ഒരു വികസനം ബഹുമാനപ്പെട്ട മെമ്പർക്ക് ഒന്ന് എടുത്ത് കാണിച്ച് പറയാൻ പറ്റുമോ? കേരളത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്ത് അൻവർ തന്നെ ഒരുപക്ഷെ UDF മറന്നു പോയിട്ടുണ്ടാകാം. ഈ പറയുന്ന അൻവർ ഇപ്പോൾ ചില ഇസങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്തും ഒരുപക്ഷെ ഏഷ്യാനെറ്റിന്റെ കയ്യിലും അതിന് ഇദ്ദേഹത്തിന് എന്താ കാര്യം എന്ന് മനസ്സിലായില്ല. 2024 നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവ് പങ്കെടുത്തുകൊണ്ട് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന വേദിക്കകത്ത് സ്വാഭാവികമായും MLA എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗമുണ്ട്. അതുകൊണ്ട് ഇപ്പൊ എന്താ പ്രസംഗത്തിനകത്ത് ഈ മണ്ഡലത്തിനകത്ത് അദ്ദേഹം നടത്തിയ ഈ ഗവൺമെന്റിന്റെ പിന്തുണയോടുകൂടി നടത്തിയ വികസനത്തെ കുറിച്ച് പറഞ്ഞ് ആ പ്രസംഗം അവസാനിപ്പിക്കുന്നത് നിലമ്പൂരിലെ ജനതയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. എനിക്കൊന്നും തന്നില്ല, മരുമകൻ ഈ വികസനം തട്ടിയെടുത്തു എന്നുള്ളത്. 800 കോടിയോളം രൂപയാണ് വയനാട്ടിൽ ഈ രാജ്യത്തെ ജനങ്ങൾ മുഖ്യമന്ത്രിയുടെ കൈ കൊടുത്തിട്ടുള്ളത്. അവരുടെ ആളുകൾക്ക് ദുരിതാശ്വാസം എന്ന് പറഞ്ഞിട്ട് എത്ര കോടിയാണ് നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് അവിടുത്തെ ആളുകൾക്ക് കൊടുക്കാൻ കഴിഞ്ഞത്?
അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. വയനാടിനകത്ത് വീട് നഷ്ടപ്പെട്ട മുഴുവൻ ആളുകൾക്കും ടൗൺഷിപ്പ് എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ ഈ മണ്ഡലത്തിൽ മാത്രം 7,51,00,000 രൂപ ദുരിതാശ്വാസ നിധിയിലൂടെ ലഭിച്ച ഒരു മണ്ഡലമാണ്. മറ്റൊന്ന് ഇതുമായി BJPയുടെ പ്രതിനിധിയോട് പറയാനുള്ളത്, കേന്ദ്ര പദ്ധതികൾ കേന്ദ്രം ധനസഹായം നൽകുന്നു. ഈ നാട്ടിലെ ജനത നിങ്ങളോട് ചോദിച്ചു, എവിടെയാണ് വയനാട്? നിങ്ങളെ രാഷ്ട്രീയക്കാർക്ക് വേറെ ഒരു പണിയില്ലേ? രാഷ്ട്രീയം തന്നെ ഒരു തൊഴിലാണ് ഇവിടെ. നിങ്ങളുടെ ഈ നാടിന്റെ പ്രധാനമന്ത്രി, നിങ്ങളുടെ നേതാവ് വയനാട്ടിൽ വന്ന് ഒരു കൊച്ചു കുഞ്ഞിനെ മടിയിലിരുത്തിക്കൊണ്ട് കാട്ടിയ കോപ്രായങ്ങൾ ഈ നാടിന്റെ ഈ കേരളത്തിനകത്ത് പ്രളയം നടന്നപ്പോൾ പ്രളയത്തിന്റെ ഭാഗമായി 159 കോടിയോളം രൂപ, കോടിക്കണക്കിന് രൂപ കേരളത്തിലെ ഗവൺമെന്റ് ഈ നാട്ടുകാരുടെ മുഴുവൻ പിന്തുണയോടുകൂടി സഹായത്തിനെത്തിച്ചപ്പോ എന്താ പറഞ്ഞത്? ഒരു മൃതദേഹം ദഹിപ്പിച്ചതിന് 2 കോടി രൂപ 2 ലക്ഷം രൂപ എഴുതി കൊടുത്താൽ ഒരു മൃതദേഹം കബറടക്കാൻ വേണ്ടി ദഹിപ്പിക്കാൻ വേണ്ടി 2 ലക്ഷം രൂപ ഇവിടെ കള്ളക്കണക്ക് എഴുതി കൊടുത്താൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാര് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയൊക്കെ ഒരു കണക്ക് കൊടുത്താൽ നമ്മൾ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ പണം കൊടുക്കും. ഇന്ന് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്? കരുവന്നൂർ ബാങ്കിൽ നിന്ന് 180 കോടി രൂപ കവർന്നെടുത്തിട്ട് 4 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാർക്കെതിരെ ED കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ആരും വില തരില്ല. ൂരിലെ 200 കോടി രൂപയുടെ വികസനം നടത്തിയെന്ന അവകാശവാദമാണ് ഇടതുപക്ഷം ഉന്നയിക്കുന്നത്. പക്ഷേ ബജറ്റിന്റെ മുൻപ് അല്ലെങ്കിൽ സാമ്പത്തിക സർവേയിൽ നമ്മുടെ ധനമന്ത്രി നമ്മളോട് പറഞ്ഞത് ഈ സംസ്ഥാനത്ത് സ്വന്തമായി ശമ്പളം കൊടുക്കാൻ പോലും പണമില്ല എന്നാണ്. നമ്മൾ ഈ നാണം കേട്ടല്ലോ. പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്ന് കർണാടകയെക്കാളും തമിഴ്നാടിനേക്കാളും ഒക്കെ അധികം ഈടാക്കുന്ന 10 രൂപയും മദ്യത്തിൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള 250% നികുതിയും ലോട്ടറിയിൽ നിന്ന് കിട്ടുന്ന വരുമാനവും കൊണ്ട് മാത്രം സംസ്ഥാനത്തിന് ശമ്പളം നടത്തിക്കൊണ്ടുപോകുന്ന ഇടതുപക്ഷത്തിന് വികസനം കൊണ്ടുവരാൻ യാതൊരു തരത്തിലും സാധിച്ചിട്ടില്ല. പക്ഷേ 200 കോടി വികസനം എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ടറിയാം. ആരോഗ്യ മേഖലയിൽ നിലമ്പൂരിൽ നടന്നിട്ടുള്ള ജില്ലാ ആശുപത്രി മുതൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വരെ NHRM കേന്ദ്ര നാഷണൽ ഹെൽത്ത് മിഷന്റെ ഫണ്ട് ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള വികസനമാണ് പൂർണ്ണമായിട്ട്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയെഴുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.